വിരോധമില്ല. മൃഗത്തിന്റെ തോല് സദക്ക ചെയ്തുകൊള്ളണം. അതാണ് ഏറ്റവും ഉത്തമമായത്. വാജിബാണെങ്കിൽ സദക്ക ചെയ്യൽ നിർബന്ധം. സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ സദക്ക ചെയ്യൽ സുന്നത്ത് മാത്രമേയുള്ളൂ. സുന്നത്തായ ഉലഹിയത്താണെങ്കിൽ തോല് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, ഉറക്കിട്ട് ഉപയോഗിക്കണമെങ്കിൽ, നമുക്ക് സഞ്ചിയാക്കാനോ വേറെ വല്ല വിരിപ്പുണ്ടാക്കാനോ വേറെ ആവശ്യത്തിനു വേണ്ടി ബാഗ് ഉണ്ടാക്കാനോ ഉപയോഗിക്കുന്നതിന്, ചിരിപ്പുണ്ടാക്കാനോ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ തോല് വിൽക്കാൻ പറ്റുമോ? പറ്റുകയില്ല. കൂലി കൊടുക്കാൻ പറ്റുമോ? കൂലി കൊടുക്കാൻ പറ്റുകയില്ല. പലർക്കും അബദ്ധം കൊടുക്കാറുണ്ട്. ചില ആളുകളെ തോല് പള്ളിക്ക് കൊടുക്കുന്നു, മദ്രസ കൊടുക്കുന്നു, യതീംഖാനയ്ക്ക് കൊടുക്കുന്നു. പറ്റില്ല. നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഫക്കീർ മിസ്കിന്മാർക്ക് കൊടുക്കാം. എന്നാൽ ഈ ഉലഹിയത്തിന്റെ ഭാഗങ്ങൾ പള്ളിക്കോ മദ്രസക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുക്കാൻ പറ്റുകയില്ല. മാംസം പോലെ തന്നെ തോല് കൂലി കൊടുക്കാൻ പറ്റുകയില്ല. അറബുകാർക്ക് കൂലി ഉപയോഗിക്കാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ബഅ ജിൽദ ഉലഹിയത്തി ഫലാ ഉലഹിയത്ത ല, ആരെങ്കിലും അവന്റെ ഉലഹിയത്തിന്റെ തോല് വിറ്റാൽ ഫലാ ഉലഹിയത്ത ല, അവന് ഉലഹിയത്തില്ല തന്നെ. ഉലഹിയത്തിന്റെ തോലിൽ നിന്ന് അവന്റെ ഉടമാവകാശം നീങ്ങിപ്പോയി. ഫർലാകട്ടെ സുന്നത്താകട്ടെ ഉടമാവകാശം നീങ്ങി. വിതരണാധികാരം മാത്രമേ അവനുള്ളൂ. അവന് സുന്നത്താണെങ്കിൽ തിന്നാനുള്ള റൈറ്റ് അവനുണ്ട് എന്നത് ശരി. പക്ഷെ അവന് ഉടമാവകാശം ഇല്ലാത്തതുകൊണ്ട് വാസ്തവത്തിൽ അങ്ങനെ ആ തോല് വിൽക്കാൻ പാടില്ല. കൂലി കൊടുക്കാനും പാടില്ല. പിന്നെ കൂലി അവൻ തന്നെ കൊടുത്തുകൊള്ളണം. അവൻ തന്നെ വേറെ കൊടുത്തുകൊള്ളണം. ഇത് കൂലിയാക്കാൻ പറ്റുകയില്ല. www.hubburrasool.net